शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15. പൊങ്കാലയ്ക്ക് പുറമെ ഉത്സവനാളുകളിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് കുത്തിയോട്ടവും താലപ്പൊലിയും. 3-ാം ഉത്സവ ദിവസമാണ് കുത്തിയോട്ട വ്രതം ആരംഭിക്കുക. 14 വയസ്സിന് താഴെയുള്ള ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത്. മഹിഷാസുര വധത്തിന് ദേവിയോടൊപ്പം ദേവസൈനികർ വ്രതം നോറ്റതിൻ്റെ പ്രതീകമായിട്ടാണ് കുത്തിയോട്ട വ്രതം. 3-ാം ഉത്സവ ദിവസം കുത്തിയോട്ട കുട്ടികളുടെ വ്രതാരംഭം നടക്കുന്നു. അത് 9:15 3-ാം ഉത്സവം എന്ന് പറയുന്നത് 7-ാം തീയതി രാവിലെ 9:15 കുട്ടികളുടെ വ്രതാരംഭം ആരംഭിക്കുന്നത്. ഇപ്രാവശ്യം 592 കുട്ടികളാണ് നമുക്കിവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാർച്ച് 13 പൊങ്കാല ദിവസം കുത്തിയോട്ട കുട്ടികളുടെ ചൂരൽ കുത്ത് ചടങ്ങ് ആരംഭിക്കുന്നു. കുട്ടികൾ എല്ലാ പേരും ചൂരൽ കുത്തി അണിഞ്ഞൊരുങ്ങി ചൂരൽ കുത്തി ശാസ്താ ക്ഷേത്രത്തിലേക്ക്, മണക്കാടുള്ള ശാസ്താ ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പണ്ടാര ഓട്ടത്തിന് പുറകിലായി അമ്മയുടെ എഴുന്നള്ളത്ത് നടക്കുന്നു. 3-ാം ഉത്സവ ദിവസം രാവിലെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഒറ്റ തോർത്തൊടുത്ത് പള്ളിപ്പലകയിൽ നാണയം ദക്ഷിണയായി സമർപ്പിച്ച് മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിക്കുന്നതോടെ വ്രതം ആരംഭിക്കും. പിന്നീടുള്ള 7 ദിവസം കൊണ്ട് 1008 നമസ്കാരം പൂർത്തിയാക്കണം. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15. ഇത്തവണ 592 കുത്തിയോട്ട ബാലന്മാർ പങ്കെടുക്കുന്നുണ്ട്. സാധാരണ 10-നും 12 വയസ്സിനും ഇടയിലുള്ള ബാലന്മാരെയാണ് കുത്തിയോട്ട വ്രതത്തിലേക്ക് വേണ്ടി നിർത്തുന്നത്. ഇതിൻ്റെ സങ്കല്പം ദേവാസുര യുദ്ധത്തിൽ മുറിവേറ്റ ഭടന്മാരായിട്ടാണ് ഈ ബാലന്മാരെ ഐതിഹ്യം വഴി കണക്കാക്കുന്നത്. ഇവർ വരുന്നത് 7 ദിവസത്തെ വ്രതശുദ്ധിക്ക് ശേഷമാണ് 7-ാം തീയതി ക്ഷേത്രത്തിൽ വരികയും ക്ഷേത്രത്തിന് മുൻവശമുള്ള പലകയിൽ 7 പണം വച്ച് മേൽശാന്തിയുടെ അനുഗ്രഹം വാങ്ങി ഇവർ കുത്തിയോട്ട വ്രതം ആരംഭിക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവർ ക്ഷേത്രത്തിനകത്ത് തന്നെ താമസിക്കണം. ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്ന ആഹാരങ്ങളെ കഴിക്കുകയുള്ളൂ. 1008 നമസ്കാരങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ബാലന്മാർ ചെയ്യുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം കുത്തിയോട്ടം എന്ന് പറഞ്ഞാൽ, കുത്തിയോട്ട വ്രതം എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യം, കുട്ടികളുടെ വിദ്യാഭ്യാസം, എല്ലാം ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള വിദ്യാഭ്യാസം വരും. വേറെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഉള്ള പ്രാർത്ഥന ഉണ്ടാകും. ഇതെല്ലാമാണ് ഈ കുത്തിയോട്ടം കൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈ ബാലന്മാർക്ക് പ്രതീക്ഷിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഇവർ ക്ഷേത്രത്തിൽ തന്നെയാണ് താമസിക്കുക. 9-ാം ഉത്സവ ദിവസം ബാലന്മാർ 1008ാമത് നമസ്കാരം പൂർത്തിയാക്കും. അന്ന് വൈകിട്ടോടെ ഇവരെ രാജകീയ വേഷത്തിൽ ക്ഷേത്രനടയിലെത്തിച്ച ശേഷം ചൂരൽ കുത്ത് ചടങ്ങ് നടത്തും. തുടർന്ന് ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ദേവിക്കൊപ്പം വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ ബാലന്മാർ നഗരപ്രദക്ഷിണം നടത്തും. 10-ാം ഉത്സവ ദിവസം രാവിലെ ക്ഷേത്രത്തിൽ മടങ്ങിയെത്തി ചൂരൽ അഴിക്കുന്നതോടെ കുത്തിയോട്ട ചടങ്ങുകൾക്ക് സമാപനമാകും. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.